ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെ ദേവീ ദർശനത്തിന് പുരിവേലത്തും ഭക്തരായ പതിനായിരങ്ങളുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. ക്യൂവിൽ നിൽക്കുന്ന ഭക്തർക്ക് ദാഹജലത്തിനുള്ള സൗകര്യം പോലും ഒരുക്കാതെ അനാസ്ഥ കാണിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ എന്നൊരു പരാതി കൂടി എത്തിച്ചേർന്നവർ ദേവീ ഭക്തർ പറയുന്നുണ്ടായിരുന്നു. വിവരങ്ങളുമായി ടിൻഡു ദാശിരുന്നു. ടിൻഡു, വലിയ തിരക്കാണ് ദിവസങ്ങളോളമായി. ഇന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേയുള്ളൂ എത്രത്തോളം തിരക്ക് കൂടിക്കാണും എന്നുള്ളത്. എന്തായാലും കുംഭച്ചൂടാണ്, അതിനെ അവഗണിച്ചും വലിയ രീതിയിൽ ഭക്തരുടെ ഒരു തിരക്കും സാന്നിധ്യം അവിടെ അനുഭവപ്പെടുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തു നിന്നുള്ള? ലക്ഷ്മി, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇന്ന് 1 മണിയോടുകൂടി ക്ഷേത്രയിലെ വിശേഷാൽ കഴിഞ്ഞ് 1 മണിയോടുകൂടി നട അടയ്ക്കേണ്ടതായിരുന്നു. പക്ഷേ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആറ്റുകാൽ ദേവീ ക്ഷേത്രം മുതൽ ഏതാണ്ട് കിള്ളിപ്പാലം ക്ഷേത്രത്തിനകത്ത് അതായത് പന്തലിനകത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ക്ഷേത്ര ചുറ്റുപാടിൽ നിൽക്കുന്ന ആളുകൾക്ക് സേവാഭാരതിയുടെ മറ്റ് സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ദാഹജലമൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ അതിന് പുറത്ത് നിൽക്കുന്ന പൊതുവഴിയിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് കുടിവെള്ള സൗകര്യം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. നഗരസഭ ആ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടുവെന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സമാനമായ രീതിയിൽ ആരോഗ്യ അതായത് ഭക്തി സുരക്ഷയുടെ പേരിലും അതുപോലെ തന്നെ കുടിവെള്ളം അതുപോലെ തന്നെ ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നഗരസഭയുടെ സാന്നിധ്യത്തിൽ നഗരസഭയിലെ പ്രതിനിധികളൊക്കെ വന്ന ഇവിടെ മറ്റൊക്കെ സന്ദർശനമൊക്കെ നടത്തിയത്. പക്ഷേ ഈ വർഷം അത്തരത്തിലുള്ള ഇടപെടലുകളൊന്നും കാണാൻ സാധിക്കില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ക്യൂവിൽ നിൽക്കുന്നത്. ഈ ആറ്റുകാൽ ദേവി പരിസരത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ദേവി ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ മുന്നോട്ടുള്ള ഭാഗങ്ങളൊക്കെ ശക്തമായ വെയിൽ അനുഭവപ്പെടുന്നുണ്ട്. 1 മണിക്ക് ശേഷം നട അടയ്ക്കേണ്ടതായിരുന്നു. പക്ഷേ ഭക്തജനങ്ങളുടെ തിരക്ക് കാരണമായിരിക്കണം ഇതുവരെ ക്ഷേത്രനട അടച്ചിട്ടില്ല. ഇതുവരെ ക്ഷേത്രനട അടച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ ഒരുപാട് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, എത്ര സേവ? 8 മണി തൊട്ടൊക്കെ നിന്നിരുന്നത് കിള്ളിപ്പാലത്താണ്. ഭക്ഷണം കഴിച്ചായിരുന്നു? കൊല്ലം മുഖത്തല്ല, ലക്ഷ്മി, ഞാൻ ഇപ്പോൾ ഈ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 8 മണി മുതൽ കിള്ളിപ്പാലത്ത് ക്യൂ നിൽക്കുകയാണ്. അവിടെ നിന്ന് ഈ വെയിലെല്ലാം സഹിച്ച് അല്ലെങ്കിൽ ചൂടും ഈ പൊടിയൊക്കെ സഹിച്ചാണ് ദേവിയെ കാണാനായി അവർ ഈ മണിക്കൂറുകൾ ഏതാണ്ട് 5-6 മണിക്കൂറുകളോളം ഇത്രയ്ക്ക് ക്യൂ നിന്നാണ് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത്. പോലീസ് സംവിധാനങ്ങളൊക്കെ പോലീസ് സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 2000-ഓളം പോലീസുകാരെ ഇവിടെ സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലാണ് നമ്മൾ പറയേണ്ടത്. പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ ഈ ആരോഗ്യപരമായിട്ട് കാര്യങ്ങളിലും അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട നഗരസഭ ഇത്തവണ അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നൽകിയിട്ടില്ല. നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടില്ല എന്ന് വേണം നമുക്ക് വിഷമകരമായിട്ട് തന്നെ പറയേണ്ട കാര്യം. ഇനി പൊങ്കാലയ്ക്ക് മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ശക്തമായ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. എല്ലാ ചൂടിനെയും അവഗണിച്ചുകൊണ്ട് ദേവിക്ക് പൊങ്കാല അർപ്പിക്കാനായി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും ഇവിടെ ആളുകൾ 2 ദിവസം മുന്നേ എത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ പിറകു ഭാഗത്തൊക്കെ ആയിട്ട് അടുപ്പുകളൊക്കെ കൂട്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇനി ക്ഷേത്രത്തിന്റെ മുൻഭാഗങ്ങളിലാണ് അവിടെ കെട്ടുകാഴ്ചകളും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയായിരിക്കും ഇത്തരത്തിൽ അടുപ്പുകളൊക്കെ നിരക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കണത്താ ദൂരത്തോളം നേരുന്ന പൊങ്കാല അടുപ്പുകൾ തന്നെയായിരിക്കുമല്ലോ അല്ലേ അവിടെ കാഴ്ച? കാരണം ദിവസങ്ങളോളം പക്ഷേ ക്ഷേത്ര പരിസരത്ത് വന്ന് അവിടെ താമസിച്ച് ദേവീ ദർശനം ഓരോ ദിവസവും സാധ്യമാക്കി. കാരണം ഒരു വർഷത്തെ ആത്മസാക്ഷാത്കാരത്തിനുള്ള ആ ഒരു കാത്തിരിപ്പിന് നാളെ അവസാനമാവുകയാണ്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ടിൻഡു നേരത്തെ ചോദിച്ച ആ ഭക്തയാണെങ്കിൽ രാവിലെ 8 മണി മുതൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും പക്ഷെ അതൊരു വലിയ കാത്തിരിപ്പല്ല എന്ന് തന്നെയായിരിക്കും ഓരോരുത്തരുടെയും മനസ്സിൽ. ഹലോ, ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെയാണ്. ദേവീ ദർശനത്തിന് പൊരുവേലത്തും ഭക്തരായ പതിനായിരങ്ങളുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. ക്യൂവിൽ നിൽക്കുന്ന ഭക്തർക്ക് ദാഹജലത്തിനായുള്ള സൗകര്യം പോലും തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഒരുക്കുന്നില്ല എന്നൊരു പരാതി നേരത്തെ ജനം TV പ്രതികരണങ്ങൾ തേടിയപ്പോൾ അവിടെ ക്യൂവിൽ നിൽക്കുന്ന ഭക്തർ തന്നെ പറഞ്ഞിരുന്നു. വലിയ ചൂട് വെല്ലുവിളിയാകുന്നുണ്ട് എങ്കിൽ പോലും ഭക്തലക്ഷങ്ങളാണ് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി, അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വന്നെത്തിയിരിക്കുന്നത്. തലസ്ഥാന നഗരിയിൽ ഗതാഗത നിയന്ത്രണവും ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഭക്തർ എത്തിക്കൊണ്ടേയിരിക്കുന്നു.
പല സ്ഥലങ്ങളിലും പൊങ്കാല അർപ്പിക്കാനുള്ള സ്ഥലങ്ങൾ ക്രമീകരിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ ക്ഷേത്രത്തിലേക്കുള്ള റോഡിന്റെ ഇരുവശത്ത് പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഗതാഗത നിയന്ത്രണവും ആരംഭിച്ചിട്ടുണ്ട്. KSRTCയും റെയിൽവേയും ഒക്കെ പ്രത്യേക സർവീസ് നടത്തുന്നുണ്ട്. വലിയ ചൂടാണ്. വലിയ ചൂടിന്റെ പശ്ചാത്തലത്തിൽ കുടിവെള്ള വിതരണം നഗരസഭ ക്രമീകരിച്ചു എന്ന് പറയുമ്പോഴും പക്ഷേ അത്തരത്തിലൊരു സൗകര്യം ക്ഷേത്ര പരിസരത്ത് ക്യൂവിൽ നിൽക്കുന്നവർക്ക് ലഭിക്കുന്നില്ല എന്നൊരു പരാതി നേരത്തെ ജനം TVയോട് തന്നെ പലരും ഉന്നയിച്ചിരുന്നു. ടിൻഡു ചേരുന്നു. ടിൻഡു, തുടർന്നോളൂ. ലക്ഷ്മി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സൗകര്യങ്ങളുടെ ഒരു അപര്യാപ്തത നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നത് ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സേവാഭാരതി പോലുള്ള സന്നദ്ധ സംഘടന ഭാഗത്തു നിന്നും ക്ഷേത്ര പരിസരത്ത് കുടിവെള്ളവും മറ്റു സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ക്ഷേത്രത്തിന്റെ പിന്നിൽ അല്ലെങ്കിൽ സൗകര്യങ്ങളൊക്കെ വെള്ളം ഉൾപ്പെട്ടുള്ള കുടിവെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കം ചെയ്തിട്ടില്ല എന്നോട് മനസ്സിലാക്കാൻ നേരത്തെ നമ്മുടെ ജനങ്ങളുടെ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഈ സംവിധാനങ്ങൾ, അതായത് ക്ഷേത്രത്തിന്റെ ചുറ്റുപാട് മാത്രമാണ് ഇത്തരത്തിൽ കമ്പിവേലികൾ വെച്ച് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റുപാട് നിൽക്കുന്നത് അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ആ ചുറ്റളവിനകത്തുള്ള ഭക്തജനങ്ങൾക്ക് കമ്പിവേലികളിലും മറ്റും ക്രമമായി അകത്തേക്ക് പോകാൻ സാധിക്കും. പക്ഷേ ക്ഷേത്രം വിട്ടുവരുന്ന ഭാഗങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി കയറാനുള്ള സംവിധാനം ഒരുക്കിയിട്ടില്ല. അപ്പോൾ നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ളൊരു പാളിച്ച തന്നെയാണ് അത് തന്നെ നമുക്ക് പറയേണ്ടതായിട്ടുള്ളത്. അതായത് ഈ വരി വളരെ നീണ്ട ക്യൂ ആണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അവിടെ സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകാതെ ഭക്തജനങ്ങളെ കടത്തിവിടുന്നതിൽ നഗരസഭയ്ക്ക് പാളിച്ച പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. എന്തായാലും ഈ പൊങ്കാലയ്ക്ക് മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് ദേവിയെ കാണാനായി എത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരിയിലേക്ക് എത്തിയ ബസ്സുകൾ, ട്രെയിനുകളിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. മാത്രമല്ല സ്വകാര്യ വാഹനങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വന്നെത്തുന്ന ഭക്തരുണ്ട്. കുംഭമാസത്തിലെ പൂരനാളും പൗർണമിയും ചേരുന്ന പൊങ്കാല ദിനമാണ്, ഞായറാഴ്ച കൂടിയാണ്. അതാണ് എടുത്തു പറയേണ്ടത്. തിരക്ക് എത്രയും വർദ്ധിക്കുമെന്നുള്ളതാണ് നമുക്ക് നാളെ ഇനി നമ്മൾ അത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നത്. ട്രെയിനിലും ബസ്സിലൊക്കെ വന്നിട്ടുണ്ട്. സമീപത്തുള്ള അല്ലെങ്കിൽ അടുത്തുള്ള ഹോട്ടലുകളിലോ അല്ലെ ലോഡ്ജുകളിലോ ഒക്കെയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പൊ ഇവര് എല്ലാ വർഷവും നമ്മൾ നേരത്തെ ജനജീവന പ്രദേശത്ത് 22 വർഷം മുടങ്ങാതെ ദേവിയെ കാണാൻ വരുന്നത് അല്ലെങ്കിൽ അത്രത്തോളം വർഷങ്ങൾ മുടങ്ങാതെ ദേവിയെ കാണാൻ വരുന്ന ഭക്തരാണ് ഇവിടെ എല്ലാ വർഷവും എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ തിരക്ക് എന്ന് പറയുന്നത് അസഹനീയമാണ്. ഏതാണ്ട് 14ഓളം പാർക്ക് സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സ്വകാര്യ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനും ഏതാണ്ട് 14ഓളം പാർക്ക് സൗകര്യങ്ങളാണ്. കൂടാതെ തന്നെ KSRTC ബസ്സിന് ലക്ഷ്മി ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് ഭക്തജനങ്ങൾക്ക് 5 മണിക്കൂർ ഭക്തജന തിരക്ക് വലിയ രീതിയിൽ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്ന സാഹചര്യം. നാളെ പൊങ്കാലയാണ്. ഒരു വർഷത്തെ വ്രതശുദ്ധിയോടെയുള്ള കാത്തിരിപ്പിന് നാളെ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. ടിൻഡുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.